ഇങ്ങനെ പാർട്ടി വന്നിട്ട് കാര്യമില്ല. കാൻഡിഡേറ്റ്സ് വൈസ് നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ്സ് ഇപ്പം ഒന്നെങ്കിൽ ശശി തരൂർ ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടേ കാര്യമുള്ളൂ. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ശശി തരൂരാണ് ജയിക്കേണ്ട ആള്. ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ ശശി തരൂർ ജയിക്കണം. ഒരു വലിയ വിഭാഗം തന്നെ മാറി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു കേന്ദ്രമന്ത്രി എഡ്യൂക്കേറ്റഡ് ആണ്, പുള്ളി ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ വരട്ടെ എന്നാഗ്രഹിച്ച് മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒന്നേ ചന്ദ്രശേഖര അല്ലെങ്കിൽ തരൂര്, അവർ രണ്ടുപേരിൽ ആരെങ്കിലും. തിളച്ചുമറിയുന്ന തിരഞ്ഞെടുപ്പ് ചൂടിനപ്പുറം ഒരു അടിയൊഴുക്കുണ്ടോ നമ്മുടെ തലസ്ഥാനത്ത്? നയതന്ത്രത്തിന്റെ ഉദ്യോഗപർവം താണ്ടിയെത്തിയ നമ്മുടെ തരൂർ, ബിസിനസ് തന്ത്രങ്ങൾ അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ, കലർപ്പില്ലാത്ത ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയക്കാരനായ പന്ന്യൻ രവീന്ദ്രൻ, ആർക്കൊപ്പമാകും ഇക്കുറി തലസ്ഥാനം എന്ന് പറയാൻ കഴിയാത്തത്ര അവസ്ഥ. നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം, അവർക്ക് എന്താണ്, ആർക്കൊപ്പമാണ് അവർ നിൽക്കുന്നത്, ആര് കൊണ്ടുപോകും ഇക്കുറി തലസ്ഥാന നഗരി? ചേട്ടന്റെ അഭിപ്രായത്തില് നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ ആർക്കാണ് ഒരു ജയസാധ്യത തോന്നുന്നത്? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ശശി തരൂരാണ് ജയിക്കേണ്ട ആള്. ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ ശശി തരൂർ ജയിക്കണം. മനസ്സിലായോ? അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യം തകരും കുറെ കഴിയുമ്പോൾ. ഇപ്പോൾ തന്നെ പല സ്റ്റേറ്റിലും തകർന്നുകൊണ്ടിരിക്കുക. ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ ശശി തരൂർ ജയിക്കുക. ആര് ജയിക്കും? ആര് ജയിക്കണമെന്നാ ചേട്ടന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ജയസാധ്യത ആർക്കായിരിക്കും? ശശി തരൂർ തന്നെ. ശശി തരൂരാ സിറ്റിംഗ് എം പി വീണ്ടും എം പി ആവും. 4ാം സ്ഥാനം ആവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്ന് വെച്ചാൽ ആള് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്. ചേട്ടന് ആർക്കാണ് ഒരു ഭൂരിപക്ഷം തോന്നുന്നത്? അതോ ഒരു ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ത്രികോണ മത്സരം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ആക്ച്വലി UDF-ഉം BJP തമ്മിലാണ് യഥാർത്ഥ മത്സരം നടക്കുന്നത്. പിന്നെ 30 വർഷമായിട്ട് 15 കൊല്ലം ചാൾസ് ആയിരുന്നു MP. അത് കഴിഞ്ഞ് 15 കൊല്ലം ശശി തരൂരായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വലിയ വിഭാഗം തന്നെ മാറി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു കേന്ദ്രമന്ത്രി എഡ്യൂക്കേറ്റഡ് ആണ്, പുള്ളി ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ വരട്ടെ എന്നാഗ്രഹിച്ച് മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ. എന്നാലും ഭൂരിപക്ഷം വളരെ തുച്ഛമായിരിക്കും, തിൻ മാർജിനിലായിരിക്കും ആരാണെങ്കിലും ജയിക്കും. നമ്മുടെ ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു ജയസാധ്യത ആർക്കാ കാണുന്നത്? ജയസാധ്യത തരൂരായിരിക്കും. ശശി തരൂരായിരിക്കും ആയിരിക്കണം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം നിങ്ങളുടെ പുള്ളിയുടെ അത് ഒന്നേ ചന്ദ്രശേഖര അല്ലെങ്കിൽ തരൂര്, അവർ രണ്ടുപേരിൽ ആരെങ്കിലും. വിജയസാധ്യത ഇപ്പോൾ ഞാൻ വോട്ട് കൊടുക്കുന്ന ആർക്കും ഞാൻ പറയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ തിരുവനന്തപുരത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ സമയമാകുമ്പോഴേ, അതായത് വോട്ടിന് സമയമാകുമ്പോഴേ ഒരു ഏകോപനം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ശശി തരൂർ, അല്ലാതെ വ്യക്തിപരമായി ഇവിടെ ഞാൻ ജയിക്കാൻ സാധ്യത അങ്ങനെ ഒരു ഏകോപനം ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഏകോപനം വരുമ്പോൾ സ്വാഭാവിക ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മണ്ഡലത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പള്ളിക്കാരെല്ലാം ഇവിടെ അപ്പോഴും യോജിക്കും. ആ ഒരു യോജിപ്പ് വരികയാണെങ്കിൽ പുള്ളിക്കാരനാണ് ജയിക്കുള്ളൂ, ശശി തരൂർ ജയിക്കുള്ളൂ. നമ്മുടെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വച്ചിട്ട് മോന് ഏതൊരു പാർട്ടി വന്നാലാണ് നമ്മുടെ നാടിന് നന്മ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നത്? ഇങ്ങനെ പാർട്ടി വന്നിട്ട് കാര്യമില്ല. കാൻഡിഡേറ്റ്സ് വൈസ് നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ്സ് ഇപ്പം ഒന്നെങ്കിൽ ശശി തരൂർ ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ഒരു MP എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ പോയി ഒരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി MP എന്ന് പറഞ്ഞാൽ പോയി അത് പ്രസന്റ് ചെയ്യണം. മീൻസ് അതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതിനുള്ള സ്കിൽസും ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് രണ്ടുപേര്. അപ്പോൾ ഇവർ രണ്ടുപേരും ആര് വന്നാലും നല്ലതാണ്.